അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാത്തു വസ്സലാം അലാ അഷ്റഫിൽ അംബിയാഇ വൽ മുർസലീൻ നബിയിന വ ഹബീബിന മുഹമ്മദിൻ വ ആലിഹി വ അസ്ഹാബിഹി അജ്മഈൻ വ അലാ മൻ തബിഅഹും ബി ഇഹ്സാനിൻ ഇലാ യൗമിദ്ദീൻ. അമ്മാ ബഅദ്. പ്രിയ സഹോദരങ്ങളെ, ഫുട്ബോൾ വേൾഡ് കപ്പ് നടക്കുകയാണല്ലോ. ഫിഫയുടെ അമേരിക്ക, മെക്സിക്കോ, കാനഡ തുടങ്ങിയ സ്ഥലങ്ങളിൽ വെച്ചാണ് ഈ മത്സരങ്ങൾ നടക്കുന്നത്. പലപ്പോഴും നമ്മുടെ നാട്ടിലാകുമ്പോൾ അതിൻ്റെ സമയം അർദ്ധരാത്രിയും മറ്റുമൊക്കെയാണ്. ഇവിടെ ചില പ്രധാനപ്പെട്ട കാര്യങ്ങൾ ഞാൻ മുസ്ലിമീങ്ങളെ ഓർമ്മപ്പെടുത്തുവാൻ ഉദ്ദേശിക്കുകയാണ്. ധാരാളം ആളുകൾ, ധാരാളം മുസ്ലിമീങ്ങൾ അവർ രാത്രിയിൽ ഉറക്കമൊഴിച്ചുകൊണ്ട് ഈ മത്സരം കാണാൻ വേണ്ടി ഇരിക്കുകയാണ്. എഴുന്നേൽക്കാൻ അലാറം വെക്കുന്നു, മറ്റുള്ള ആളുകളെ വിളിക്കാൻ ഏൽപ്പിക്കുന്നു, ഇനി ഉറങ്ങിപ്പോകുമെന്ന് ഭയപ്പെട്ട് ഉറങ്ങാതെ കാത്തിരിക്കുന്നു. ഇങ്ങനെയൊക്കെ അവർ ഈ രാത്രികളിൽ ഈ കളി കാണാൻ വേണ്ടി സന്നദ്ധമാവുകയാണ്. അവർക്ക് മുഷിപ്പില്ല, പ്രയാസങ്ങളില്ല, അലസതയില്ല, മടിയില്ല, ഒന്നുമില്ല. എന്നാൽ നാം ചിന്തിക്കുക, എവിടെയോ ഏതോ ടീമുകൾ ഫുട്ബോൾ കളിക്കുന്നു. നമ്മൾ ആ കളിയിൽ പങ്കെടുക്കുന്നില്ല, ഭൗതികമായ യാതൊരു നേട്ടവുമില്ല, ഒന്നുമില്ല. ആ കളി ആസ്വദിക്കുന്നു എന്നതിനപ്പുറത്ത് മറ്റൊന്നുമില്ല. എന്നിട്ടും രാത്രിയിൽ ഉറക്കം ഒഴിവാക്കാൻ, മറ്റു പല കാര്യങ്ങളും ഒഴിവാക്കിക്കൊണ്ടിരിക്കാൻ നമ്മൾ തയ്യാറാകുന്നു. എന്നാൽ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നമ്മൾ ചിന്തിച്ചിട്ടുണ്ടോ, നാളെ പരലോകത്തേക്ക് നമുക്ക് ഏറ്റവും കൂടുതൽ ഉപകാരപ്പെടുന്ന സമയങ്ങളിലൊന്നാണ് രാത്രി. എങ്ങനെ? തഹജ്ജുദ് നമസ്കരിച്ചും അല്ലാഹു സുബ്ഹാനഹു വ തആലയോട് പ്രാർത്ഥിച്ചും ആ സമയത്തെ നമ്മൾ ഉപയോഗപ്പെടുത്തുകയാണെങ്കിൽ. എന്നാൽ നമ്മളിൽ ആരെങ്കിലും ചിന്തിക്കുക, ഓരോരുത്തരും ചിന്തിക്കുക, ആ നിലക്ക് തഹജ്ജുദ് നമസ്കരിക്കാൻ, ഇതേപോലെ എഴുന്നേൽക്കാൻ നാം ഉത്സാഹം കാണിച്ചിട്ടുണ്ടോ? ഉറക്കമൊഴിക്കാൻ നമ്മൾ തയ്യാറായിട്ടുണ്ടോ? കാരണം അത് നമ്മുടെ പരലോകത്തിൻ്റെ വിജയത്തിൻ്റെ വിഷയമാണല്ലോ. പരലോകത്ത് വലിയ നഷ്ടം സംഭവിക്കാതിരിക്കാൻ അനിവാര്യമാണല്ലോ. അത്രമാത്രം നമ്മുടെ ജീവിതവുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന കാര്യത്തിനു വേണ്ടി ഒരിക്കലും രാത്രിയിൽ ഉറക്കം ഒഴിവാക്കാത്ത ആളുകൾ, പക്ഷേ യാതൊരു നേട്ടവുമില്ലാത്ത ഈ ഒരു കാര്യത്തിനു വേണ്ടി അവർ അവരുടെ സമയം ചെലവഴിക്കുന്നു എന്നത് എത്രമാത്രം ഗുരുതരമായ ഒരു കാര്യമാണ് എന്ന് ചിന്തിക്കൂ. അതേപോലെ തന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, രാത്രിയുടെ അവസാന യാമത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല ഒന്നാമത്തെ ആകാശത്തേക്ക് ഇറങ്ങി വന്നിട്ട് അവൻ്റെ അടിമകളോട് ചോദിക്കുന്നുണ്ട്, ആരുണ്ട് എന്നോട് പ്രാർത്ഥിക്കാൻ, ഞാൻ അവർക്ക് ഉത്തരം നൽകാം. ആരുണ്ട് എന്നോട് ചോദിക്കാൻ, അവർ ചോദിക്കുന്നത് ഞാൻ നൽകാം. ആരുണ്ട് എന്നോട് പാപമോചനം തേടാൻ, ഞാൻ അവർക്ക് പുറത്തു കൊടുക്കാം എന്ന് റഹ്മാനായ റബ്ബ് പറയുന്ന സമയമാണ്. അങ്ങനെ അല്ലാഹു സുബ്ഹാനഹു വ തആല ഒന്നാമത്തെ ആകാശത്തേക്ക് ഇറങ്ങി വന്നുകൊണ്ട് പറയുന്ന ആ സമയത്ത് ഉപയോഗപ്പെടുത്തി അള്ളാഹുവിനോട് പ്രാർത്ഥിക്കാൻ വേണ്ടി എഴുന്നേൽക്കാൻ നമുക്ക് സാധിച്ചിട്ടുണ്ടോ? തൗബ ചെയ്യാൻ വേണ്ടി ആ സമയത്ത് ഉണർന്നിരിക്കാൻ നമുക്ക് സാധിച്ചിട്ടുണ്ടോ? നമ്മുടെ ആവശ്യങ്ങൾ റബ്ബിനോട് പറയാൻ വേണ്ടി ആ സമയത്ത് അലാറം വെച്ച് നമ്മൾ എഴുന്നേറ്റിട്ടുണ്ടോ? ചിന്തിക്കുക. ഇല്ലെങ്കിൽ ഈ ഒരു കാര്യത്തിനു വേണ്ടി നാം ഉത്സാഹം കാണിക്കുന്നു, എന്നാൽ ദീനിൻ്റെ കാര്യത്തിനു വേണ്ടി, ആരാധനകൾക്ക് വേണ്ടി അങ്ങനെയല്ലെങ്കിൽ നമ്മൾ ചിന്തിക്കുക, നാം നമ്മുടെ റബ്ബിനോട് നന്ദി കെട്ടവരല്ലേ? ധാരാളം ആളുകൾ ഫജ്ർ നമസ്കരിക്കാറില്ല, സുബൈ നമസ്കരിക്കാറില്ല, അതിനുവേണ്ടി അവർ എഴുന്നേൽക്കാറില്ല. ഈ കളി കണ്ടു കഴിഞ്ഞിട്ട് പോലും ഫജ്ർ നമസ്കരിക്കാതെ ധാരാളം ആളുകൾ കിടന്നുറങ്ങുകയാണ്. കാരണം അവർക്ക് നമസ്കാരം ഒരു വിഷയമല്ല. അവർ മുസ്ലിമീങ്ങളല്ലാത്തത് കൊണ്ടല്ല. നമസ്കരിക്കുക, പള്ളിയിൽ പോയി ജമാഅത്തായി ആ നമസ്കാരം നിർവഹിക്കുക എന്നതിന് അവരുടെ ജീവിതത്തിൽ അവരൊരു പ്രാധാന്യവും കണ്ടിട്ടില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞത്, ഫജ്ർ നമസ്കാരത്തിൻ്റെ തൊട്ട് മുമ്പുള്ള 2 റക്അത്ത് നമസ്കാരം പോലും ഖൈറും മിനദ് ദുനിയ വമാ ഫീഹാ എന്നാണ്. ദുനിയാവിനേക്കാളും ദുനിയാവിലുള്ള മുഴുവൻ വിഭവങ്ങളെക്കാളും ഖൈറാണ് ഫജ്ർ നമസ്കാരത്തിൻ്റെ തൊട്ട് മുമ്പുള്ള 2 റക്അത്ത് സുന്നത്ത് നമസ്കാരത്തിന്. അപ്പോൾ ഫജ്ർ നമസ്കാരത്തിൻ്റെ പ്രാധാന്യം എത്രയായിരിക്കും, അതിൻ്റെ ശ്രേഷ്ഠത എത്രയായിരിക്കും? പക്ഷേ ഫജ്ർ നമസ്കരിക്കാൻ ആളുകൾ എഴുന്നേൽക്കുന്നില്ല. ഫുട്ബോൾ കളി കാണാൻ വേണ്ടി എഴുന്നേറ്റവർ പോലും ഫജ്ർ നമസ്കരിക്കുന്നില്ല. തഹജ്ജുദ് നമസ്കരിക്കാൻ വേണ്ടി എഴുന്നേൽക്കാൻ ശ്രമിക്കുന്നില്ല. അങ്ങനെ ആരാധനകൾക്ക് വേണ്ടി അവർ ഉപയോഗപ്പെടുത്തുന്നില്ല. അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞതുപോലെ, ഇന്നൽ ഇൻസാന ലിറബ്ബിഹി ലകനൂദ് വ ഇന്നഹു അലാ ദാലിക ലശഹീദ്. തീർച്ചയായും മനുഷ്യൻ അള്ളാഹുവിനോട് നന്ദി കെട്ടവനാകുന്നു,
അക്കാര്യത്തിന് അവൻ തന്നെ സാക്ഷിയാണ്. കാരണം സ്വയം ഈ ഒരു കാര്യം വിലയിരുത്തി നോക്കൂ. നമ്മൾ എന്തിനാണ് എഴുന്നേൽക്കുന്നത്, നമ്മൾ എന്തിനാണ് സമയം ചെലവഴിച്ചത്? എന്നാൽ ദീനിൻ്റെ കാര്യത്തിൽ റബ്ബിനോട് തൗബ ചെയ്യാൻ വേണ്ടി, അതല്ല ആ സമയത്ത് എന്നോട് പുറക്കലിനെ തേടാൻ ആരുണ്ട് എന്ന് അള്ളാഹു ചോദിക്കുമ്പോൾ ആ സമയത്ത് പുറക്കലിനെ തേടാതിരിക്കാൻ മാത്രം നാം പാപരഹിതരാണോ? അള്ളാഹു എന്നോട് ചോദിക്കൂ ഞാൻ നൽകാമെന്ന് പറയുമ്പോൾ റബ്ബിനോട് ചോദിക്കാതിരിക്കാൻ മാത്രം നമ്മൾ ധന്യരാണോ? ആരുണ്ട് എന്നോട് പ്രാർത്ഥിക്കാൻ, ഞാൻ അവർക്ക് ഉത്തരം നൽകാമെന്ന് റഹ്മാനായ റബ്ബ് പറയുമ്പോൾ നമുക്ക് പ്രാർത്ഥിക്കാൻ വിഷയങ്ങളൊന്നുമില്ലേ? അതേപോലെ തന്നെ നമുക്ക് നമസ്കരിക്കേണ്ടതില്ലേ? പക്ഷേ ആളുകളത് ചിന്തിക്കുന്നില്ല. മറിച്ച് ഈ ഒരു വിനോദത്തിനാണ് അവർ സമയം ചെലവഴിക്കുന്നത്. അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞതുപോലെ ഇന്നമൽ ഹയാത്തുദ്ദുനിയ ലഇബുൻ വലഹുൻ വസീന, ഐഹിക ജീവിതം എന്ന് പറഞ്ഞാൽ വെറും കളിയും തമാശയും വിനോദവും മാത്രമാകുന്നു എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞില്ലേ? അതെന്താണ് അങ്ങനെ പറയാനുള്ള കാരണം അതൊക്കെ ഒരു വിനോദം മാത്രമാണ്. അത് കഴിഞ്ഞാൽ പിന്നെ യാഥാർത്ഥ്യം വീണ്ടും സ്ഥിരപ്പെടുകയാണ്. അതുകൊണ്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞു ഇതൊക്കെ നീങ്ങിപ്പോകും. വഫിൽ ആഖിറത്തി അദാബുൻ ഷദീദ്, ഖിയാമത്ത് നാളിൽ പരലോകത്ത് കഠിനമായ ശിക്ഷ നിങ്ങളെ കാത്തു നിൽക്കുന്നു. അതേപോലെ തന്നെ വ മഗ്ഫിറത്തും മിനല്ലാഹി വ റിദ്വാൻ, അള്ളാഹുവിൽ നിന്നുള്ള പാപമോചനവും അള്ളാഹുവിൻ്റെ പ്രീതിയും നിങ്ങളെ കാത്തു നിൽക്കുന്നുണ്ട്. വമൽ ഹയാത്തുദ്ദുനിയ ഇല്ലാ മത്താഉൽ ഗുറൂർ, ഐഹിക ജീവിതം വഞ്ചനയുടെ വിഭവമാണ്. അപ്പോൾ ഒന്നുകിൽ കഠിനമായ ശിക്ഷ, അല്ലെങ്കിൽ അള്ളാഹുവിൻ്റെ പ്രീതിയും പൊരുത്തവും പാപമോചനവും. ഇതിലേത് നേടിയെടുക്കാനാണ് നാം അധ്വാനിക്കേണ്ടത്? ചിന്തിക്കുക. പലപ്പോഴും അള്ളാഹുവിൻ്റെ ശിക്ഷ ലഭിക്കുന്ന കാര്യങ്ങളാണ് നാം തിരഞ്ഞെടുക്കുന്നത് ഉത്സാഹപൂർവ്വം. അതിന് നമ്മൾ അലസത കാണിക്കുന്നില്ല, മടി കാണിക്കുന്നില്ല. എന്നാൽ നമസ്കരിക്കുവാൻ, ഇബാദത്തുകൾ ചെയ്യുവാൻ, ദുആ ചെയ്യുവാൻ, അതേപോലെയുള്ള കാര്യങ്ങൾക്കാകട്ടെ അലസത കാണിക്കുന്നു, മടി കാണിക്കുന്നു. അങ്ങനെ ഖൈറിനെ അവർ തള്ളിക്കളയുന്നു, ഷർറിനെ നേടിയെടുക്കാൻ വേണ്ടി ഉത്സാഹപൂർവ്വം മുന്നോട്ട് വരികയും ചെയ്യുന്നു. ചിന്തിക്കുക, ആലോചിക്കുക, റഹ്മാനായ റബ്ബിനോട് നന്ദി കാണിക്കുക, അള്ളാഹുവിലേക്ക് ഖേദിച്ചു മടങ്ങുക. പരലോകത്ത് ഉപകാരപ്പെടുന്ന കാര്യങ്ങൾക്ക് വേണ്ടി നമ്മുടെ രാപ്പകലുകളെ നമ്മൾ ഉപയോഗപ്പെടുത്തുക. അതേപോലെ തന്നെ നമ്മുടെ നാടുകളിലൊക്കെ ഓരോ ടീമുകളുടെ പേര് പറഞ്ഞുകൊണ്ട്, ഓരോ കളിക്കാരുടെ പേര് പറഞ്ഞുകൊണ്ട് ആളുകൾ തമ്മിൽ തല്ലുകയാണ്, സ്നേഹബന്ധം മുറിച്ച് കളയുകയാണ്, വലിയ പ്രശ്നങ്ങളുണ്ടാവുകയാണ്, കൊലപാതകങ്ങൾ വരെ പലയിടങ്ങളിലും നടക്കുകയാണ്. എന്താണ് ഇതിൻ്റെയൊക്കെ ഒരു അവസ്ഥ എന്ന് ചിന്തിച്ചു നോക്കൂ. പിശാച് മനുഷ്യനെ കീഴ്പ്പെടുത്തിയിരിക്കുന്നു. അവൻ മനുഷ്യനെ എല്ലാ നിലക്കും വഞ്ചിച്ചിരിക്കുന്നു. അവർക്കിടയിൽ വിദ്വേഷവും വെറുപ്പും അവൻ ഇട്ടു നൽകുന്നു, യാതൊരു ഉപകാരവുമില്ലാത്ത കാര്യങ്ങൾക്ക് വേണ്ടി. അതേപോലെ തന്നെ ഫ്ലക്സുകൾ വെക്കാൻ വേണ്ടി മത്സരിക്കുകയാണ്. എത്ര പണമാണ് അതിനുവേണ്ടി ചെലവഴിക്കുന്നത്? അവനവൻ്റെ ഉപ്പ ഒരു 100 രൂപ ചോദിച്ചാൽ കൊടുക്കാത്ത മക്കൾ മെസ്സിയുടെ, റൊണാൾഡോയുടെ, അതേപോലെയുള്ള ആളുകളുടെ ഫ്ലക്സ് വെക്കാൻ വേണ്ടി എത്ര രൂപയാണ് ചെലവഴിക്കുന്നത്? ഉമ്മാക്ക് മരുന്ന് വാങ്ങിക്കൊടുക്കാൻ തയ്യാറില്ലാത്തവർ, വീട്ടിലേക്ക് അരിയോ മീനോ വാങ്ങാൻ തയ്യാറില്ലാത്തവർ, പാവങ്ങളായ ആളുകൾ ചുറ്റിലുമുണ്ട്, അവരെ സഹായിക്കാൻ വേണ്ടി പിരിവെടുക്കാത്തവർ. പക്ഷേ ഇതേപോലെയുള്ള ആളുകൾക്ക് വേണ്ടി, ടീമുകൾക്ക് വേണ്ടി, രാജ്യങ്ങൾക്ക് വേണ്ടി വലിയ വലിയ ഫ്ലക്സുകൾ ഉണ്ടാക്കുന്നു, വലിയ വലിയ പാർട്ടികൾ നടത്തുന്നു, ഒരുപാട് പണം ചെലവഴിക്കുന്നു, തമ്മിൽ തല്ലുന്നു. ആലോചിക്കുക. പിശാച് നമ്മെ വഞ്ചിക്കാതിരിക്കട്ടെ. നമ്മുടെ സമയവും ആയുസ്സും വൃഥാവിലായി പോകുന്ന ഒരവസ്ഥ ഇല്ലാതിരിക്കാൻ മുസ്ലിമീങ്ങൾ ചിന്തിക്കുക, ആലോചിക്കുക. ഒരിക്കലും മുസ്ലിമീങ്ങളുടെ ഭാഗത്തു നിന്ന് ഇത്തരത്തിലുള്ള നീക്കങ്ങൾ ഉണ്ടാവാൻ പാടില്ല. അവർ അള്ളാഹുവിനെ സംബന്ധിച്ച് മനസ്സിലാക്കട്ടെ, ദീനിനെ മനസ്സിലാക്കട്ടെ, പരലോകത്തെ ഓർക്കട്ടെ. മരണം ഏത് സമയവും നമ്മെ പിടികൂടും. ഈ വിനോദങ്ങളൊക്കെ ഇല്ലാതെയാകും, ഇതൊക്കെ നശിച്ചു പോകും. ഏത് നിമിഷവും കടന്നു വരാവുന്ന മരണത്തെക്കുറിച്ച് നമ്മൾ ഓർക്കണം, മരണാനന്തര ജീവിതത്തെക്കുറിച്ച് ഓർക്കണം. അതുകൊണ്ട് സമയം പാഴാക്കാതെ, അനാവശ്യമായ കാര്യങ്ങളുടെ പേരിൽ സമയം ചെലവഴിക്കാതെ, പണം ദൂർത്തടിക്കാതെ, അള്ളാഹുവിൻ്റെ ദീനിനു വേണ്ടി, പരലോകത്തെ രക്ഷയ്ക്ക് വേണ്ടി, നരകത്തിൽ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടി, സ്വർഗത്തിൽ പ്രവേശനം ലഭിക്കാൻ വേണ്ടി അധ്വാനിക്കുക. അതിനുവേണ്ടി സമയവും സമ്പത്തും ചെലവഴിക്കുക. പിശാചിൻ്റെ കാൽപാദങ്ങളെ നമ്മൾ പിന്തുടരാതിരിക്കുക. അല്ലാഹു സുബ്ഹാനഹു വ തആല നാം ഏവരെയും അനുഗ്രഹിക്കട്ടെ. വസല്ലല്ലാഹു വസല്ലമ അലാ ഖൈരി ഖൽഖിഹി മുഹമ്മദിൻ വ ആലിഹി വസഹ്ബിഹി അജ്മഈൻ വൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ.